ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ വരട്ടിയതാകുന്നു. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ കഴുകി ഫ്രഷാക്കി ഞാൻ വെച്ചിരിക്കുന്നു, 3 സബോള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു തക്കാളി. ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുക. ചീനച്ചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമ്മൾ ഇട്ട് വഴറ്റുക. ഞാൻ 3 സബോള ഇപ്പോൾ അരിഞ്ഞു വെച്ചത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് വഴറ്റുക. ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർക്കുക. അന്നേരം പെട്ടെന്ന് സബോളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. പെട്ടെന്ന് നല്ല പോണൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വഴറ്റി കൊടുക്കുക. നമ്മളിവിടെ ഒരു തക്കാളിയും കൂടെ ചേർക്കുക. ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല പോണെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റ് ആയപ്പോൾ നമ്മൾ തുറന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി. വഴറ്റുക. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. നല്ലതുപോലെ ഒന്ന് വഴന്നതിന് ശേഷം അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും കൂടെ എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മസാല എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം അതിൽ ഇറച്ചിയിലൊക്കെ പിടിക്കണം.
അതിൻ്റെ അരപ്പും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇച്ചിരി ഗരം മസാല പൊടിയും കൂടെ, നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഗരം മസാല, ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുക. ഒന്ന് നല്ലോണം വഴറ്റുക. അല്പം ഉപ്പും കൂടെ ഇടാം. നമുക്ക് ഉപ്പ് നോക്കി ഓരോ ആവശ്യത്തിനനുസരണം നമുക്ക് ഉപ്പ് ഇടാം. അര ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ 15 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ 15 മിനിറ്റൊക്കെ നമുക്കൊന്ന് മൂടി തുറന്ന് നമുക്ക് ചിക്കനൊക്കെ ഇപ്പം നല്ല പോണ എല്ലാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ നല്ലതുപോലെ റെഡിയായി. നല്ല സ്മെല്ലൊക്കെ വന്ന് മസാലയുടെയൊക്കെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഒന്നും കൂടെ നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് വറ്റുന്നത് പോലെ നമുക്കൊന്നും കൂടെ വരട്ടി കൊടുക്കാം. നല്ലവണ്ണം വരട്ടി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പം നമ്മൾ എല്ലാം റെഡിയായി. നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം ഇപ്പം നല്ലവണ്ണം റെഡിയായി. നിങ്ങളുടെ അഭിപ്രായ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.